കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോ കണ്ടാൽ സിനിമയിലും മറ്റും കാണാറുള്ള കോമഡി രംഗങ്ങൾ പോലെ തോന്നും. എന്നാൽ നടന്ന സംഭവം ഗൗരവമുള്ള കൂട്ടത്തല്ലാണെങ്കിലും അതിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിലടിച്ചതാണ് വീഡിയോയ്ക്ക് പിന്നിലെ രഹസ്യം. എന്നാൽ അടിപിടിക്കിടെ എത്തിയ ആംബുലൻസിന് വഴിയൊരുക്കിയ പ്രവർത്തകരുടെ വീഡിയോ ആണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വൈറലായിരിക്കുന്നത്. നടുറോഡിൽ കോൺഗ്രസിന്റെയും CPM-ന്റെ പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസ് കടന്നു വന്നത്. റോഡിൽ കുത്തിയിരുന്നും ഉന്തും തള്ളിയുമൊക്കെ പ്രതിഷേധിച്ചവർ പെട്ടെന്ന് വഴക്ക് നിർത്തി ആംബുലൻസിന് വഴിയൊരുക്കുന്നുണ്ട്. ഇതിനിടെ അവസരം മുതലെടുത്ത് ചിലർ എതിർ പാർട്ടിക്കാരെ തള്ളി നീക്കുന്നതും കണ്ടാൽ ഒരു നിമിഷം കാണുന്നവരിൽ ചിരി പടർത്തും. അതേസമയം ആംബുലൻസിന് വഴിയൊരുക്കാൻ കാണിച്ച ആ മനസ്സുകളെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എത്ര പ്രതിസന്ധിയിലും ഗുരുതരാവസ്ഥയിലുള്ളവരെ കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ വഴി തടസ്സപ്പെടുത്താത്ത മലയാളികളുടെ മനസാക്ഷിയെ പുകഴ്ത്തിയും നിരവധി പേർ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചേവായൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയത്. രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസും CPM-ഉം പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിൽ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി. വോട്ടർമാരുമായി എത്തിയ 7 വാഹനങ്ങൾക്ക് നേരെ വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി. വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ പലവട്ടം ഏറ്റുമുട്ടിയിരുന്നു.